നമുക്കിന്ന് കോട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ നെക്കിൽ നിന്നും ഷോൾഡറിലോട്ട് ചരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ആദ്യം നമുക്ക് ഫ്രണ്ടിലുള്ള ഒരു പീസ് എടുക്കണം. അതിനുശേഷം അതിൻ്റെ നെഗും അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ആ പാർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലോങ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഡബിളായിട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 പീസ് നമ്മളിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയാണ് നമ്മൾ ഈ ലോങ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ 2 പീസിനെ താഴേന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് മുകളിലോട്ട് കറക്റ്റായത് അതിനെ ശരിയാക്കി വയ്ക്കുന്നു. അങ്ങനെ താഴേന്ന് അറേഞ്ച് ചെയ്ത് അത് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വരെ നമുക്ക് കറക്റ്റായി കിട്ടുന്നതുവരെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഫ്രണ്ട് പീസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെ മുകളിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ആ കഴുത്തിൻ്റെ ഭാഗം അങ്ങനെ വളഞ്ഞ് ആ എൻഡിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ എൻഡിൽ വന്നതിന് ശേഷം ആ സൂചീനെ ഒന്ന് കുത്തി ആ ഡ്രസ്സിൽ കൂടി താഴ്ത്തി വച്ചതിന് ശേഷം വേണം നമ്മളിത് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കങ്ങനെ അങ്ങ് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നെഗിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ മുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് ഇങ്ങനെ ശകലം കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ശകലം കട്ട് ചെയ്ത് ഇങ്ങനെ വിട്ടിരിക്കണം. അതായത് ഇതുപോലെ എന്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ട് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടിനി നമുക്കിതിങ്ങനെ തിരിച്ച് മടക്കാം. ഇനി നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത പീസിനെ ഇങ്ങനെ പിടിച്ച് അടിവശത്തു കൂടി മടക്കി വിട്ടതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നിങ്ങളത് കറക്റ്റായിട്ട് ഈ മുക്കെല്ലാം കറക്റ്റായി വരുന്ന രീതിക്ക് പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ കഴുത്തിൻ്റെ ആ വളഞ്ഞ ഭാഗം വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സൂചി കുത്തി ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചൊന്ന് കൊടുത്ത് തയ്ക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ പീസാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നെക്സ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ കഴുത്തിൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മുടെ ആ ഫ്രണ്ട് പീസ് മുകളിൽ വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതാണ് അത് താഴെ നിന്ന് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ നെഗിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ മുക്ക് വരുന്ന ഭാഗം അതും ഒന്ന് നമ്മൾ പഴയതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കതുപോലെ തിരിച്ച് മടക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് തിരിച്ച് മടക്കിയതിന് ശേഷം നമ്മൾ താഴേന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഈ പീസിന് മടക്കിയതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ പീസ് ജോയിൻ ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലോട്ടാണെങ്കിൽ അത് തിരിച്ച് മടക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് ഒരു പ്രാവശ്യം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ആ നെക്കിൻ്റെ നല്ല വശത്ത് വേണം വച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും അതുപോലെ തിരിച്ച് അങ്ങോട്ട് അടിവശത്ത് കൂടി മടക്കി കൊടുത്തതിന് ശേഷം മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാക്ക് പീസിൻ്റെ കൂടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് പീസ് നമ്മൾ നല്ല വശം ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 2 ഫ്രണ്ട് പീസിൻ്റെയും ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗം പുറത്ത് കാണാൻ രീതിക്ക് വേണം അവിടെ സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്ലേസ് നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിൽ കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി കോളറിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുക്കാം. ഞാൻ അതിൽ 2 പീസ് ചേർത്തിട്ടിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ കോളറിൽ നമ്മൾ ഒരു വശം ഇങ്ങനെ ചരിച്ച് വരുന്ന രീതിക്ക് കട്ട് ചെയ്തു. ആ വശം നോക്കിയിട്ട് നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 പീസിലും ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 പീസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് പീസ് നിവർത്തിയിട്ടിട്ടും സെക്കൻഡ് പീസ് മറിച്ചിട്ടിട്ടുമാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങ് അറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഒരു ശകലം വിട്ടതായി ഈ ഭാഗത്തിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് ഈ മുക്കിൽ വരുമ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ സൂചി കുത്തി താഴ്ത്തി വെച്ചതിന് ശേഷം അങ്ങനെ തിരിച്ചിട്ടിട്ട് അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ എൻഡിൽ വരുമ്പോൾ അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് സൂചി കുത്തി താഴ്ത്തി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നമുക്കിതുവരെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ അതിന് ശകലം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് ആ മുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കോളറിനൊന്ന് മറിച്ച് കൊടുക്കണം. കോളർ മറിക്കുമ്പോൾ നമ്മൾ ഈ മുക്ക് കറക്റ്റാണ് വന്നില്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള സൂചിയോ ഒരു കമ്പിയോ എന്തെങ്കിലും എടുത്ത് ഈ മുക്കൊന്ന് കുത്തി ശരിയാക്കി കൊടുത്തതിന് ശേഷം വേണം അതങ്ങനെ മറിച്ചിടാൻ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ക്ലോത്തിലും ബാക്ക് നെക്ക് അതുപോലെ തന്നെ മടക്കി സെൻറ്റർ ഭാഗത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് സെൻറ്ററും ഒരു ഭാഗത്ത് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനായിട്ട് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ച് അത് കറക്റ്റ് അങ്ങനെ ഫ്രണ്ടിലോട്ട് പിടിച്ച് ശരിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഈ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ശകലം ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ആ ഗ്യാപ്പ് വന്ന് നമ്മൾ ഈ നെക്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് നമ്മൾ ആദ്യമേ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ കറക്റ്റായിട്ട് ആ 3 പീസും കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് വരുന്ന രീതിക്ക് പിടിച്ച് വെച്ച് സ്ലോ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഈ എൻഡ് വരെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നീഡിലിനെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഈ കോളറിലോട്ട് ഒരടി കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. ആ ക്രോസ് പീസിൽ ഒരു സൈഡ് അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതും അങ്ങ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിച്ച് മടക്കി കൊടുത്തതിന് ശേഷം മുകളിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോട്ടിൻ്റെ താഴെ അറ്റത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 4 സൈഡും അതുപോലെ അങ്ങ് അറ്റത്തൊന്ന് ഫുള്ള് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ രണ്ടറ്റത്തും അങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം മുകളിൽ നിന്ന് താഴെ അറ്റം വരയ്ക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റിച്ചിട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത് 1-2 സ്റ്റിച്ച് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളാം. ഇനി പോക്കറ്റിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഡബിളായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ പോക്കറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഡബിൾ സൈഡ് മടക്കി വെച്ചത് ആ കോട്ടിൻ്റെ മുകളിൽ വശത്തിരിക്കുന്നതിനായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. മുകളിൽ നിന്ന് ഇങ്ങനെ എൻഡിൽ കൂടി ഇങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ വീണ്ടും ഇതൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ മടക്കി വെച്ച് ഈ പീസ് ഇങ്ങ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് കോട്ടിൻ്റെ ബാക്ക് വശത്ത് ഒരു 2 ഡോട്ട് കൊടുക്കണം. അതിനായിട്ട് ഈ ബാക്ക് വശം മാത്രം ഇങ്ങനെ വെച്ച് 3ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു ഫോൾഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വശത്ത് ഇങ്ങനെ നമുക്കൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സൈഡും ഒരു ഡോട്ട് പിടിക്കാം. അങ്ങനെ നമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 3 കോട്ടും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം തന്നെ 3 ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.